ഇപ്പം നമുക്ക് കുഞ്ഞു സ്നേഹയുടെ കഥ കേൾക്കാം. ആ വെളിച്ചം സ്നേഹയുടെ കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ചെവിയൊക്കെ കൊട്ടി അടച്ചു. അപ്പോൾ ആ വെളിച്ചത്തിൽ ഒരു ഡാൻസുകാരി, സിനിമയിലൊക്കെ സ്നേഹ കണ്ടിട്ടുണ്ട്. തിളങ്ങുന്ന സാരി, കിരീടം, മുക്കുത്തി, കുറേ മാലകൾ, അരപ്പട്ട, ചിലമ്പ് ഒക്കെ അണിഞ്ഞിട്ട് ഒരു രൂപം. പിന്നെ പിന്നെ അടുത്തേക്ക് വരുന്തോറും അതൊരു ദേവിയുടെ രൂപമായി. അത് ചിരിച്ചുകൊണ്ട് കുഞ്ഞു സ്നേഹയുടെ അരികിലേക്ക് നടന്നെടുത്തു. അപ്പോൾ ദൂരെ നിന്നും രാജു കൊച്ചച്ചൻ ഓടി വന്നു. "നീ എന്തിനാ ഇവിടേക്ക് വന്നേ?" എന്ന് ചോദിച്ചു. മുളക് പറിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞു സ്നേഹ വരുന്നത് കൊച്ചച്ചൻ കണ്ടിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നും കാപ്പി കുടിക്കാൻ വിളിക്കാൻ വരുന്നതാണെന്നായിരുന്നു കൊച്ചച്ചൻ കരുതിയേ. കുഴിയുടെ അടുത്തേക്ക് സ്നേഹ പോകുന്നത് കണ്ട് കൊച്ചച്ചൻ മുളകൊക്കെ അവിടെയിട്ട് ഓടി വന്നതാണ്. കൊച്ചച്ചൻ വന്നപ്പോൾ ആ രൂപം എവിടെയോ പോയി മറഞ്ഞു. കൊച്ചച്ചനെ കണ്ടപ്പോൾ കുഞ്ഞു സ്നേഹ വല്ലാതെ ഏങ്ങലടിച്ചു കരഞ്ഞു, കാര്യം പറഞ്ഞു. കൊച്ചച്ചൻ കുഞ്ഞു സ്നേഹയെ വിളിച്ച് അച്ഛൻ്റെ അടുത്ത് ചെന്ന് പൗഡറിൻ്റെ പുറത്ത് എഴുതിയ വില കാട്ടിക്കൊടുത്തു. ഒന്നും നോക്കാതെ കൊച്ചിനെ തല്ലിയത് ശരിയായില്ല എന്ന് പറഞ്ഞ് അച്ഛനെ കുറേ വഴക്കു പറഞ്ഞു. "ഇനി ഇവളെ ഇവിടെ നിർത്തില്ല, ഇപ്പോൾ ഇവൾ കുഴിയിൽ ചാടിയേനെ" എന്നൊക്കെ പറഞ്ഞു കൊച്ചച്ചൻ. അച്ഛനെ വഴക്കു പറഞ്ഞ് അച്ഛൻ അടുത്തേക്ക് വന്നപ്പോൾ കുഞ്ഞു സ്നേഹ രാജു കൊച്ചച്ചനെ മുറുകെ പിടിച്ചു കണ്ണുകൾ അടച്ചു. കൊച്ചച്ചൻ തോളത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി അമ്മയോട് കാര്യം പറഞ്ഞു. "ഒക്കെ ആ മൂദേവി കാരണമാണ്" എന്ന് അമ്മ പറഞ്ഞു. അമ്മ തൈലം പുരട്ടി ഉപ്പിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി പിടിച്ചു. അപ്പോഴും കുഞ്ഞു സ്നേഹ ഏങ്ങലടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാജു കൊച്ചച്ചൻ കുഞ്ഞു സ്നേഹയെ കുറച്ചകലെയുള്ള ഒരു ചായക്കടയിലേക്ക് കൊണ്ടുപോയി പാലും വെള്ളവും അടയുമൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ പറഞ്ഞു, "ഇനി ആരെങ്കിലും കടയിലൊക്കെ പോകാൻ പറഞ്ഞാൽ പോകണ്ട. വരുന്ന വഴിക്ക് രണ്ടാനമ്മയുടെ കാര്യവും ചാമുണ്ടിക്കുല്ല് പേടിയാണെന്നും കൊച്ചച്ചനോട് പറഞ്ഞു സ്നേഹ. അങ്ങനെ സ്നേഹയുടെ താമസം വീട്ടിലായി. ഇളയ കൊച്ചച്ചൻ വീടൊക്കെ വെച്ച് മാറി താമസിച്ചിരുന്നു. പിന്നെ കുഞ്ഞു സ്നേഹയും വലിയച്ഛനും വലിയമ്മയും രാജു കൊച്ചച്ചനും മാത്രമായി ആ വീട്ടിൽ. കുഞ്ഞു സ്നേഹ പറ്റുന്നതുപോലെ വലിയമ്മയെ സഹായിക്കും അടുക്കളയിൽ പണിയിലൊക്കെ. അച്ഛൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരും. കുഞ്ഞു സ്നേഹ വലിയ ലോഹ്യമൊന്നും കാട്ടാറില്ല. അമ്മയോട് വർത്താനം പറഞ്ഞ് അച്ഛൻ പോകും. ഇപ്പോൾ കുഞ്ഞു സ്നേഹയ്ക്ക് വയറ് നിറച്ച് വലിയമ്മ ആഹാരം കൊടുക്കും. അച്ഛൻ്റെ വീട്ടിൽ ഇച്ചിരി ചോറ് കറിപ്ലേറ്റിലായിരുന്നു കുഞ്ഞു സ്നേഹയ്ക്ക് കുഞ്ഞുമ്മ കൊടുത്തിരുന്നത്. അച്ഛൻ തിണ്ണയിൽ ഒരു ഡെസ്കുണ്ട്, അവിടെ ഇരുന്നാണ് കഴിക്കാറ്. അച്ഛനോട് ചോറ് വേണോ എന്ന് കൊച്ചമ്മ ചോദിക്കുന്നത് കേട്ടിട്ട് സ്നേഹയും ചോദിക്കും, "കുറച്ചുകൂടി തരാമോ എന്ന്." അപ്പോൾ കലത്തിൽ തവിയൊക്കെ ഇട്ട് ഇളക്കിയിട്ട് ഒച്ച കേൾപ്പിക്കും. എന്നിട്ടില്ല എന്ന് കൈകൊണ്ട് കാണിക്കും. അച്ഛൻ കരുതും കുഞ്ഞു സ്നേഹയ്ക്ക് ചോറ് കൊടുത്തിട്ടുണ്ടാവുമെന്ന്.